ഇന്നത്തെ ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് മുഗൾ സാമ്രാജ്യം. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിന് അന്ത്യം കുറിച്ച് മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷം 1526 പിന്നെ 1526 ഏപ്രിൽ 26 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ കാബൂളിലെ ഭരണാധികാരി ബാബറുടെയും ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത്. പിന്നെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചെടുത്ത് മുഗൾ ഭരണം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ്. മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കിസ് ഖാൻ്റെയും തിമൂറിൻ്റെയും പിന്മുറക്കാരായിരുന്നത് മുഗൾ വംശമാണ്. മുഗൾ ഭരണത്തെക്കുറിച്ച് വിവരിക്കുന്ന അർദ്ധ കഥാനക് എന്ന കൃതി രചിച്ചത് ബനാർ സിദാസാണ്. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്തത് യൂറോപ്യന്മാരാണ്. മുഗൾ രാജാക്കന്മാരെയും ഭരണ സംവിധാനത്തെയും പറ്റി അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സാണ് ദിനവൃത്താന്തങ്ങൾ. പിന്നെ പ്രധാന ദിനവൃത്താന്തങ്ങളാണ് അടുത്തായിട്ട് അക്ബർനാമ, ഷാജഹാൻ നാമ, അലിഗർ നാമ, ബാദ്ഷാ നാമ തുടങ്ങിയവയാണ്. പിന്നെ മുഗൾ കാലഘട്ടത്തിൽ ഭരണവ്യവസ്ഥയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളിൽ ഒന്നായ അക്ബർ നാമ രചിച്ചത് അബുൽ ഫസലാണ്. പിന്നെ പ്രധാന മുഗൾ ഭരണാധികാരികളാണ് അടുത്തായിട്ട് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയവരാണ്. പിന്നെ ബാബറിനെ പറ്റിയിട്ടാണ് അടുത്തായിട്ട് പൂർണ്ണനാമം സഹിറുദ്ദീൻ മുഹമ്മദാണ്. ബാബർ എന്ന പദത്തിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. മുഗൾ രാജവംശ സ്ഥാപകൻ ബാബറാണ്. ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസുഖ് ഇ ബാബറി. പിന്നെ മംഗോൾ രാജാവ് ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു ഇദ്ദേഹം. പിന്നെ ഹുമയൂണാണ് അടുത്തായിട്ട് പൂർണ്ണനാമം നാസിർ അൽ ദിൻ മുഹമ്മദാണ്. ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. ബാബറിനു ശേഷം അധികാരത്തിൽ എത്തിയത് ഹുമയൂണാണ്. മുഗൾ രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഹുമയൂണിൻ്റെ സഹോദരിയായ ഗുൽബദ്ദാൻ ബീഗം തുർക്കി പേർഷ്യൻ ഭാഷകളിൽ പണ്ഡിതയായിരുന്നു. പിന്നെ ഗുൽബദൻ ബീഗം തുർക്കിയിൽ രചിച്ച കൃതിയാണ് ഹുമയൂൺ നാമ. പിന്നെ അടുത്തായിട്ട് അക്ബറിനെ പറ്റിയിട്ടാണ്. പൂർണ്ണനാമം അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറാണ്. അക്ബർ എന്ന പദത്തിൻ്റെ അർത്ഥം മഹാൻ എന്നാണ്. മുഗൾ രാജവംശത്തിലെ പ്രശസ്തനായ രാജാവാണ്. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ പ്രധാന പങ്കുവച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. പിന്നെ മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. അക്ബർ ചക്രവർത്തിയുടെ രാജ്യസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികളാണ് അടുത്തായിട്ട് രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവാൻ ദാസ്, ബീർബൽ തുടങ്ങിയവരാണ്. പിന്നെ അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഖാൻദേശ്, മാൾവ, ഗുജറാത്ത്, ഡൽഹി, മുൾത്താൻ, ബീഹാർ, ബംഗാൾ, കാശ്മീർ, കാബൂൾ തുടങ്ങിയവയാണ്. പിന്നെ ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിനായി അക്ബർ ഫത്തേപൂർ സിക്രിയിൽ പണി കഴിപ്പിച്ച പ്രാർത്ഥനാലയമാണ് ഇബാദ് ഖാന. പിന്നെ അക്ബർ ഇബാദ് ഖാന പണി കഴിപ്പിച്ച വർഷം 1575. പിന്നെ ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്ന വലിയ കമാനം ഫത്തേപൂർ സിക്രിയുടെ പ്രൗഢി വിളിച്ചോതുന്നതാണ്. പിന്നെ സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധന ക്രമത്തിന് അക്ബർ രൂപം നൽകി. ഇത് അറിയപ്പെട്ടത് ദിൻ ഇ ലാഹി അല്ലെങ്കിൽ തൗഹീദ് ഇ ലാഹി എന്ന പേരിലാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ലാഹി എന്ന് പറയുന്നത്. തൗഹീദ് ഇ ലാഹി എന്നറിയപ്പെടുന്നത് ദിൻ ഇ ലാഹിയാണ്. ദിൻ ഇ ലാഹിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സുലഹ് കുല്ലാണ്, അഥവാ എല്ലാവർക്കും സമാധാനം. പിന്നെ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് അക്ബറാണ്. 1564 അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. ദണ്ഡരേഖ ദർശനത്തിന് തുടക്കം കുറിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. പിന്നെ അടുത്ത അക്ബർ നാമയെ പറ്റിയിട്ടാണ്. അക്ബർ നാമയെ 3 വാല്യങ്ങളായിട്ടാണ് വിഭജിച്ചിരുന്നത്. ഇവയിൽ ആദ്യത്തെ 2 പുസ്തകങ്ങളും ദിനവൃത്താന്തങ്ങളാണ്. അക്ബർനാമ എഴുതപ്പെട്ടത് പേർഷ്യൻ ഭാഷയിലാണ്. 1589 ആരംഭിച്ച് 13 വർഷത്തെ പ്രയത്ന ഫലമായാണ് അക്ബർനാമ പൂർത്തീകരിച്ചത്. 3 വാല്യങ്ങളിലായാണ് അക്ബർനാമ രചിച്ചിരുന്നത്. 1-ാം വാല്യത്തിൽ അക്ബറുടെ പൂർവികരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 2-ാം വാല്യത്തിൽ അക്ബറിൻ്റെ ഭരണകാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. 3-ാം വാല്യത്തിൽ ഐൻ ഇ അക്ബരി അക്ബറിൻ്റെ ഭരണകുടുംബം, സൈന്യം, വരുമാനം,
അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്നിവ കൈകാര്യം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം വലിയിലുള്ളത്. പിന്നെ മൂന്നാമത്തെ ഭാഗം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബരി എന്ന പേരിലാണ്. ആദ്യം മുതലുള്ള മാനവരാശിയുടെ ചരിത്രത്തിൽ തുടങ്ങി അക്ബറിൻ്റെ ജീവിതത്തിലെ ഒരു ദിവ്യ ചക്രം വരെയാണ് ആദ്യ ഖണ്ഡത്തിലുള്ളത്. രണ്ടാമത്തെ പുസ്തകം അക്ബറിൻ്റെ 46ാമത്തെ ഭരണവർഷത്തിൽ അവസാനിക്കുന്നു. അക്ബർനാമ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഹെൻറി ബെവറിഡ്ജാണ്. പിന്നെ അടുത്ത അബുൽ ഫസലിനെ പറ്റിയിട്ട് മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു ഇദ്ദേഹം. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്ന വ്യക്തിയാണ്. അബുൽ ഫസലിൻ്റെ രചനകൾ ഐൻ ഇ അക്ബരി, അക്ബർനാമ എന്നിവയാണ്. ചിത്രകലയെ മാന്ത്രിക കല എന്ന് വിശേഷിപ്പിച്ച ചിത്രകാരനാണ് ഇദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ പറയുന്നുണ്ട്: ചിത്രരചന വെറുക്കുന്നവർ ധാരാളമുണ്ട്, എന്നാൽ അത്തരക്കാരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം സൃഷ്ടിക്ക് ജീവൻ നൽകാൻ തനിക്ക് കഴിയില്ല എന്ന് ഒരു കലാകാരൻ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെ തിരിച്ചറിയാനുള്ള തൻ്റേതായ ഒരു വഴി തെളിയുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞത് അബുൽ ഫസലാണ്. ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അബുൽ ഫസലിൻ്റെ പുസ്തകമാണ് അടുത്തതായിട്ട് പറയുന്നത് ഐൻ ഇ അക്ബരിയാണ്. അബുൽ ഫസലിൻ്റെ ഐൻ ഇ അക്ബരി പരിഭാഷപ്പെടുത്തിയത് 1-ാം വാല്യം ഹെൻറി ബ്ലോക്ക്മാനും 2-ാം വാല്യം HS ജാരറ്റുമാണ്. ഹിന്ദുക്കളും ജൈനരും ബൗദ്ധരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഒരു ജനതയും ഒരു സംയോജിത സംസ്കാരവുമുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചിത്രമാണ് ഐൻ ഇ അക്ബരി അവതരിപ്പിക്കുന്നത്. പിന്നെ ബാദ്ഷാ നാമയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് അബ്ദുൽ ഹമീദ് ലഹോരിയാണ്. അബുൽ ഫസലിൻ്റെ ശിഷ്യനാണ് ഇദ്ദേഹം. അടുത്തതായിട്ട് അക്ബറിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന ജസ്യൂട്ട് പുരോഹിതൻ ഫാദർ ആൻ്റോണിയോ മോൺ സിറാത്താണ്. പിന്നെ ചാർമൻ ഏത് മുഗൾ ഭരണാധികാരിയുടെ കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അത് ഷാജഹാൻ്റെ ഭരണകാലത്താണ്. പിന്നെ ജഹാംഗീറാണ് അടുത്തതായിട്ട് പറയുന്നത്. മുഗൾ വംശത്തിലെ 4ാമത്തെ ഭരണാധികാരിയാണ്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നുറുദ്ദീൻ സലീം ജഹാംഗീർ എന്നാണ്. ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകജേതാവ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ തുസുഖ് ഇ ജഹാംഗീരിയാണ്. പിന്നെ നൂർജഹാനെ പറ്റിയിട്ടാണ് അടുത്തത്. ജഹാംഗീർ ചക്രവർത്തിയുടെ ഭാര്യയാണ് നൂർജഹാൻ. മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭരണാധികാരിയാണ് ഇത്. ഇവരുടെ യഥാർത്ഥ പേര് മെഹർ ഇൻ നിസയാണ്. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്രകാശം എന്നാണ്. പിന്നെ അടുത്തതായിട്ട് ഷാജഹാനെ പറ്റിയിട്ടാണ്. യഥാർത്ഥ പേര് മിർസ ഷഹാബ് ഉദ്ദിൻ മുഹമ്മദ് ഖുറം. ഷാജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ രാജാവ് എന്നാണ്. താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ എന്നിവ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. പിന്നെ ചഹാർ, തസ്ലീം, സമീൻ, ബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ഷാജഹാനാണ്. പിന്നെ അടുത്തത് ഔറംഗസേബാണ്. പൂർണ്ണനാമം മുഹ്യുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീറാണ്. മുഗൾ രാജവംശത്തിൻ്റെ വിസ്തൃതി കൂടുതൽ വ്യാപിപ്പിച്ചു. ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായതിൻ്റെ മുഖ്യ ഘടകങ്ങളാണ് അടുത്തത് പീരങ്കിയും വെടിമരുന്നുമാണ്. 50 വർഷക്കാലം ഔറംഗസേബ് ഭരണം നടത്തിയിരുന്നു. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. 1857 വരെ രാജവംശം നിലനിന്നു. പിന്നെ അടുത്തായിട്ട് മുഗൾ ഭരണത്തിനെ പറ്റിയിട്ടാണ്. മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രജപുത്രരാണ് രാജമാൻ സിംഗ്, രാജ തോഡർമാൾ, ബീർബൽ, രാജ ജയ്സിംഗ് തുടങ്ങിയവരാണ്. അക്ബറുടെ ഭരണകാലഘട്ടത്തിൽ രചിച്ച ഒരു ചരിത്രകൃതിയാണ് അക്ബർ നാമ എന്ന് പറയുന്നത്. മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകളാണ് അടുത്തതായിട്ട്. രാജാധികാരം ദൈവദത്തമായിരുന്നു. തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു. പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു. പിന്നെ അടുത്തായിട്ട് മുഗൾ ചക്രവർത്തിമാർ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ തിരിച്ചിരുന്നത് സുബകൾ, സർക്കാരുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു. മുഗൾ കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലകളാണ് അടുത്തായിട്ട് നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം തുടങ്ങിയവയാണ്. അടുത്തത് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരിയാവുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അക്ബർ സ്വീകരിച്ച നടപടികളാണ്. ബാദ്ഷാ ഇ ഹിന്ദ് എന്ന സ്ഥാനം സ്വീകരിച്ചു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിന്നിരുന്നതായി
നിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദിൻ-ഇ-ലാഹി എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകി. രജപുത്രരായ രാജ തോഡർമാൻ, ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി. പിന്നെ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പലതായി വിഭജിച്ചിരുന്ന പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് സുബ എന്ന പേരിലാണ്. അക്ബറിൻ്റെ സുബകൾ കാബൂൾ, ലാഹോർ, മുൾത്താൻ, ഡൽഹി, ആഗ്ര, അയോധ്യ, ഇലഹബാദ്, അജ്മീർ, ഗുജറാത്ത്, മാൾവ, ബീഹാർ, ബംഗാൾ, ഖാനദേശ്, ബീറാർ, അഹമ്മദ്നഗർ, ഒറീസ, കാശ്മീർ, സിന്ധ് തുടങ്ങിയവയാണ്. പിന്നെ കേന്ദ്രഭരണം. മുഗൾ കാലത്തെ കേന്ദ്രഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളുമാണ്. അടുത്തതായിട്ട് വക്കീൽ, പ്രധാനമന്ത്രി, വസീർ ധനകാര്യം, സദർ നീതിന്യായം, മിർബക്ഷി സൈനികം. പിന്നെ പ്രാദേശിക ഭരണമാണ് അടുത്തതായിട്ട്. മുഗൾ കാലത്തെ പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുമാണ് സുബേദാർ, സർക്കാർ, ഫൗജ്ദാർ, പിന്നെ പർഗാന ഷിക്ദാർ ആണ്. ഗ്രാമം ചൗധരി, പട്ടണം കൊത്വാൾ എന്നിവയാണ്. പിന്നെ അടുത്ത മുഗൾ തലസ്ഥാനങ്ങൾ. മുഗൾ ഭരണാധികാരികളുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ആഗ്രയാണ്. അക്ബർ ആഗ്ര കോട്ട പണി കഴിപ്പിച്ച വർഷം 1560-ലാണ്. പിൽക്കാലത്ത് അക്ബർ തലസ്ഥാനം ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റി. പിന്നെ 1570-കളിൽ ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാനം നിർമ്മിക്കാൻ അക്ബർ തീരുമാനിച്ചു. പിന്നെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാൻ അക്ബർ തലസ്ഥാനം ലാഹോറിലേക്ക് മാറ്റിയ വർഷമാണ് അടുത്തതായിട്ട് 1585-ലാണ്. 1648-ൽ ഷാജഹാൻ ചക്രവർത്തി തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് ഡൽഹിയിലേക്ക് മാറ്റി. പിന്നെ മാൻസംദാരിയാണ് അടുത്തതായിട്ട്. ഭരണം നിലനിർത്താനും സാമ്രാജ്യം വിപുലപ്പെടുത്താനുമായി അക്ബർ ചക്രവർത്തി സ്വീകരിച്ച സൈനിക സമ്പ്രദായമാണിത്. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദവിയാണ് മാൻസബ്. പിന്നെ മാൻസബ് പദവി വഹിച്ചിരുന്നത് അറിയപ്പെടുന്നത് മാൻസംദാർ എന്ന പേരിലാണ്. മാൻസബ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവി എന്നാണ്. പിന്നെ മാൻസംദാരി സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിച്ചു. പിന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകിയ സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം. മാൻസംദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. ശക്തമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസംദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അടുത്തതായിട്ട് ഓരോ മാൻസബിനും ഉണ്ടായിരുന്ന 2 ഉപവിഭാഗങ്ങൾ അറിയപ്പെടുന്നത് സത്ത്, സാറ്റ്, സവാർ എന്ന പേരിലാണ്. സത്ത് എന്ന വാക്കിനർത്ഥം വ്യക്തി എന്നാണ്. മാൻസബ്ദാറിൻ്റെ റാങ്കും ശമ്പളവും സൂചിപ്പിക്കുന്നത് സത്താണ്. പിന്നെ ഒരാൾ സംരക്ഷിക്കേണ്ട പടയാളികളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് സവർ എന്ന പേരിലാണ്. പിന്നെ ജാഗിർദാരി ആണ് അടുത്തതായിട്ട്. സുൽത്താനത്ത് കാലത്ത് ഇഖ്തയുടെ ഉയർന്ന രൂപമാണ് ഈ ജാഗിർദാരി എന്ന് പറയുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായമാണിത് ജാഗിർദാരി. പിന്നെ ശമ്പളത്തിനു പകരമായി പതിച്ചു നൽകിയ ഭൂമി അറിയപ്പെടുന്നത് ജാഗിർ എന്ന പേരിലാണ്. ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം ലഭിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന ജാഗിർദാർമാർ എന്ന പേരിലാണ്. ജാഗിർദാരി പദവി പരമ്പരാഗതമായിരുന്നില്ല. നിശ്ചിത ഭൂമിയുടെ നികുതി പിരിച്ചെടുത്തു ഉപയോഗിക്കുക എന്നതു മാത്രമായിരുന്നു അവരുടെ അധികാരം. പിന്നെ അടുത്തത് പിൽക്കാല മുഗളന്മാരാണ്. ഡൽഹിയിലെ മയൂര സിംഹാസനവും കോഹിനൂർ രത്നവും കൊള്ളയടിച്ചത് നാദിർഷയാണ്. നാദിർഷാ മുഹമ്മദ് ഷായെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കർണാൽ യുദ്ധം. 1739-ലാണ്. പിന്നെ ബഹദൂർ ഷാ ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്നത് ജഹന്തർ ഷാ ആണ്. ജഹന്തർ ഷായെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്തി അദ്ദേഹത്തിൻ്റെ സഹോദരൻ പിടിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഫറൂഖ് സിയാർ ആണ്. പിന്നെ സൂർ രാജവംശത്തിനെ പറ്റിയിട്ടാണ്. CE 1540 മുതൽ CE 1545 വരെ ഉള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചിരുന്ന സൂർ വംശത്തിലെ ഭരണാധികാരിയാണ് ഷേർഷാ സൂരി. ഷേർഷാ സൂരി പരാജയപ്പെടുത്തിയ മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ. ഷേർഷായുടെ പിൻഗാമികൾ ദുർബലമായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് CE 1555-ൽ ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിക്കുകയായിരുന്നു. പിന്നെ മുഗൾ സാമ്രാജ്യ ചരിത്രത്തിലെ കുറച്ച് നാഴികക്കല്ലുകളാണ് അടുത്തതായിട്ട് പറയുന്നത്. 1526-ൽ ബാബർ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെ പാനിപ്പത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ആദ്യ മുഗൾ ചക്രവർത്തിയായി.
പിന്നെ 1530 മുതൽ 40 വരെ ഹുമയൂണിൻ്റെ ഭരണകാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടമായിരുന്നു. 1540 മുതൽ 55 വരെ ഷെർഷയിൽ അകപ്പെട്ട ഹുമയൂൺ സഫാവിദ് രാജധാനിയിൽ അഭയവാസം നടത്തുന്നു. പിന്നെ 1555 മുതൽ 56 വരെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഹുമയൂൺ തിരിച്ചു പിടിക്കുന്നു. പിന്നെ 1555 മുതൽ 1605 വരെ അക്ബറിൻ്റെ ഭരണകാലം. 1605 മുതൽ 27 വരെ ജഹാംഗീറിൻ്റെ ഭരണകാലമാണ്. 1628 മുതൽ 58 വരെ ഷാജഹാൻ്റെ ഭരണകാലമാണ്. 1658 മുതൽ 1707 വരെ ഔറംഗസേബിൻ്റെ ഭരണകാലം. 1739 നാദിർഷാ ഇന്ത്യ ആക്രമിച്ച് ഡൽഹി കൊള്ളയടിക്കുന്നു 1739. പിന്നെ 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ അഹമ്മദ് ഷാ അബ്ദാലി മറാത്തികളെ പരാജയപ്പെടുത്തുന്നു. 1765 ബംഗാളിൻ്റെ ദിവാനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുന്നു. 1857 അവസാന മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടിനെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി റങ്കൂണിലേക്ക് നാടുകടത്തുന്നു. ഇന്നത്തെ യാൻഗോൺ, മ്യാൻമാർ.